ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. ഷൊർണൂരിലെ തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കാനാവാത്തതിൽ കൗൺസിലിൽ പ്രതിഷേധം. പ്രതിവർഷം ABC പ്രോഗ്രാമിന് 5 ലക്ഷം രൂപ നൽകുന്നുണ്ടെങ്കിലും തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കാനാവുന്നില്ലെന്ന് കോൺഗ്രസ് കൗൺസിലർമാർ ഉന്നയിച്ചു. തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്നവർക്ക് പിഴ ഈടാക്കി നടപടിയെടുക്കുന്നുണ്ടെങ്കിലും നിയന്ത്രിക്കാനാവുന്നില്ലെന്ന് സെക്രട്ടറിയും പറഞ്ഞു. തെരുവ് നായ്ക്കൾക്ക് ഷെൽട്ടർ ഹോം നിർമ്മിക്കുന്ന അജണ്ടയിലാണ് കൗൺസിലിൽ ചൂടേറിയ ചർച്ചയായത്. കഴിഞ്ഞ ദിവസം മുണ്ടായയിൽ സ്ത്രീ തെരുവുനായയെ കണ്ട് ഓടി വീണ് പരിക്കേറ്റത് കെ കൃഷ്ണകുമാർ ചൂണ്ടിക്കാട്ടി. സ്ത്രീ വരുമ്പോൾ ആ സ്ത്രീയുടെ പിന്നാലെ നായ ഓടി ആ സ്ത്രീ വീണ് ആ സ്ത്രീക്ക് ആകെ ഡാമേജ് പറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥിതി വരെ ഇന്ന് ഇവിടെ നഗരസഭയിലുണ്ട്. ഷെൽട്ടറിന്റെ കാര്യത്തിൽ നമ്മൾ അടിയന്തരമായി ചെയ്യാൻ കഴിയുന്നത് ചെയ്യണം. ഈ രീതിയിൽ തെരുവ് നായ്ക്കൾ വർദ്ധിച്ചാൽ കൗൺസിലർമാർ നേരിടണമെന്ന് VK ശ്രീകൃഷ്ണനും പറഞ്ഞു. കഴിഞ്ഞ തവണ ഇതുവരെ 5 ലക്ഷം വെച്ചു. ആ 5 ലക്ഷത്തിന് എത്ര നായ്ക്കളെ വന്ധീകരിച്ചു? എനിക്ക് തോന്നുന്നില്ല വന്ധീകരിച്ചിട്ടുണ്ട്. ഒരു ഏജൻസിക്ക് കൊടുക്കും, അവർ 3-4 കൊണ്ട് പിടിക്കും. അവസാനം ഇവിടെ കണക്ക് വരുമ്പോൾ 100, 150, 200 കണക്ക് തരും. ഇതൊക്കെ ഒരു പ്രായോഗികമായി നടപ്പിലാക്കാൻ കഴിയാത്തത് മനുഷ്യനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മൃഗമായിട്ട് നായ, ഈ പന്നിയുടെ ശല്യമാരി നായയുടെ ശല്യമുണ്ട്. തെരുവ് നായ്ക്കളെ പാർപ്പിക്കാൻ ഷെൽട്ടർ ഹോം നിർമ്മിക്കുമെന്ന് നഗരസഭ അധ്യക്ഷ അഡ്വക്കേറ്റ് P. നിർമ്മല മറുപടി നൽകി. അംഗൻവാടികളിൽ കുട്ടികളുടെ വിശ്രമ സ്ഥലത്തോട് ചേർന്ന് അടുക്കള നിർമ്മിക്കുമ്പോൾ അഗ്നിരക്ഷാ ഉപകരണങ്ങൾ വേണമെന്ന നിർദ്ദേശവും കൗൺസിൽ അംഗീകരിച്ചു. പുതിയ ഭരണസമിതിയുടെ ആദ്യ യോഗത്തിൽ 30-ലധികം അജണ്ടകളാണ് ചർച്ച ചെയ്തത്. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.